എല്ലാവർക്കും നമസ്കാരം. 2024 ഓഗസ്റ്റ് മാസത്തിൽ ചന്ദ്രനെ കൂടാതെ സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. ഈ മാറ്റങ്ങൾ മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ശരി, എന്നാൽ നമുക്കിനി ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം. മീനക്കുറി ജനിച്ചവരുടെ ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളിൽ നോക്കാം. രാശിധുനായി വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നത് മൂലം ജോലി, തൊഴിൽ പോലെയുള്ള പല കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ടാകും. ചൊവ്വ 26-ാം തീയതി വരെ വ്യാഴത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടാകും. ശുക്രനും ബുധനും ചേർന്ന് 6-ൽ സഞ്ചരിക്കുന്നതിനാൽ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണിത്. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങളും കടം വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കുന്നത് നല്ലതാണ്. അതേസമയം പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും സാധ്യതയുള്ള സമയമാണിത്. മാസാവസാനത്തിൽ ശുക്രൻ തൻ്റെ നീചരാശിയിൽ കേതുവിൻ്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ വ്യാപാര വ്യവസായ രംഗത്തുള്ളവർ വളരെ സൂക്ഷിക്കേണ്ടതാണ്. കൂട്ടായി തൊഴിൽ ചെയ്യുന്നവർക്കും ഇത് അത്ര നല്ല സമയമല്ല. 16-ാം തീയതി മുതൽ സൂര്യൻ്റെ സഞ്ചാരം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ മീനക്കൂറുകാർക്ക് ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ ചെലവുകൾ താൽക്കാലികമായി കുറയുന്നതാണ്. ഓഗസ്റ്റ് 11-12 തീയതികളിൽ ചന്ദ്രൻ അഷമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് മീനക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കൂറ് ജനിച്ചവർക്കായുള്ള ഓഗസ്റ്റ് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.